ഹലോ ഗെയ്സ്, അങ്ങനെ ഇന്ന് നമ്മൾ നമ്മുടെ തോട്ടത്തിൽ വാഴക്കുല വെട്ടലാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഈ കൊല്ലം ആദ്യമായിട്ട് വെട്ടുന്നതാണ് ഈ വർഷം. നമ്മുടെ മഞ്ചേരിക്കുള്ളൻ വാഴയാണ് കേട്ടോ. മൊത്തം മഞ്ചേരിക്കുള്ളൻ വെച്ചാൽ നമുക്ക് ഒരു 5.5 മാസത്തിൽ കൊല വരും. ഒരു 6.5 മാസം 7.5 മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് കൊല കൊത്തി തുടങ്ങാം. അപ്പം മറ്റു വാഴകൾ പോലെ 10 മാസമൊന്നും നോക്കണ്ട. 7-7.5 മാസം കൊണ്ട് നമുക്ക് കൊല കൊത്താം. പിന്നെ ഹൈറ്റ് ഉണ്ടാവില്ല, ഹൈറ്റ് കുറവാണ്. അപ്പോൾ നമുക്ക് നിന്നിട്ട് വേണമെങ്കിൽ കൊത്തിയെടുക്കാവുന്ന തരത്തിലാണ് ഇതിൻ്റെ കൊലകളൊക്കെ വരുന്നത്. പിന്നെ അധികം പെടലുകൾ കുറവായിരിക്കും. ഒരു 3.5-4 പെടലേ ഉണ്ടാവുള്ളൂ. നമ്മളെ ചിപ്പ് എന്ന് പറയും, നമ്മൾ കേരളത്തിൽ പെടല എന്ന് പറയും. അപ്പോൾ അത് കായ്ക്ക് നല്ല വലിപ്പമുള്ള കായ്കളാണ്. മറ്റ് ഇനങ്ങളെ അപേക്ഷിച്ച് മഞ്ചേരിക്കുള്ളൻ നല്ല വലിപ്പമുള്ള കായ്കളാണ്. ഇത് ചിപ്സുകാർക്ക് എപ്പോഴും നഷ്ടമായിരിക്കും. ഇത് കാരണം അതിൻ്റെ തൊലി കണ്ടമാനം പോകുന്ന കാരണം അവർക്ക് നഷ്ടമായിരിക്കും. അപ്പോൾ ചിപ്സ് അല്ലാത്ത പഴത്തിന് പോകുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല മഞ്ചേരിക്കുള്ളൻ. ചിപ്സുകാരധികം ഇത് എടുക്കൽ കുറവാണ്. പഴത്തിനാണ് അധികം പോവുക. നല്ല ടേസ്റ്റുള്ള പഴമാണ് നമ്മളെ. അപ്പോൾ നമുക്ക് വാഴവിത്ത് വേണ്ടവരുണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ട വാഴവിത്തും കൊടുക്കാനുണ്ട് നമുക്ക്. അപ്പോൾ ആർക്കെങ്കിലും വാഴവിത്ത് ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പം നല്ല ഇനം മഞ്ചേരി വാഴവിത്തിൻ്റെ കുലകളാണ്. ഏതാണ്ട് ശരാശരി നമുക്കൊരു 13 കിലോ വെച്ച് തൂങ്ങും. അതായത് നമുക്ക് 19-20 കിലോ കിട്ടിയ കൊലകളുമുണ്ട്, 10 കിലോ കിട്ടിയ കൊലകളുമുണ്ട്. അപ്പോൾ ആവറേജ് നമുക്കൊരു 13 വെച്ച് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് ഈ വിളവെടുപ്പും നടക്കും. മറ്റ് കൃഷികളെ വാഴകളെ അപേക്ഷിച്ച് പെട്ടെന്ന് ഇത് കൊത്തി തീർക്കാം. നമുക്ക് കാറ്റിന് കുറച്ചുകൂടി ഹൈറ്റ് കുറവായതുകൊണ്ട് കാറ്റ് അങ്ങനെ പെട്ടെന്ന് പിടിക്കുകയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും മഞ്ചേരിക്കുള്ളനാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ തോട്ടം ഇഷ്ടപ്പെട്ടെങ്കിലും വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്താണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് കമൻ്റ് ആണെങ്കിലും എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നമ്മളെ ഇതേപോലെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.